തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കേസ് വിധി അല്പസമയത്തിനകം പ്രസ്താവിക്കും. ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ. ഇവിടെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കണമെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാമെന്നും പ്രതി രാജേന്ദ്രൻ പ്രതി കൊടും കുറ്റവാളിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ കോടതിയിൽ പറഞ്ഞു. ഒരു സീരിയൽ കില്ലർ എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നാടിനെ നടുക്കിയ കൊലപാതകമാണ്, ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം. പ്രതിയുടെ പശ്ചാത്തലം അതൊക്കെ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത് ഷഫീദ്? തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് സിറ്റി പോലീസ് ഏറ്റവും കൂടുതൽ തലവേദന എടുത്തൊരു കേസുകളിൽ ഒന്നാണ് ഈ അമ്പലമുക്ക് വിനീത കൊലപാതക കേസ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്ത് അമ്പലമുക്കിലെ ചെടിക്കടയിൽ കയറി ജീവനക്കാരിയായ നെടുമങ്ങാട് സ്വദേശി വിനീതയെ പുറകിൽ നിന്ന് കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ പ്രതിയായിട്ടുള്ള തോവാള സ്വദേശി രാജേന്ദ്രൻ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളയാളാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ പ്രതിയുടെ മാനസികാവസ്ഥയും മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും അറിയാൻ 7 റിപ്പോർട്ടുകൾ തേടിയിരുന്നു. 7 റിപ്പോർട്ടുകളടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നത്. പ്രതിയോട് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കോടതി ചോദിച്ചു. പ്രതി ഇക്കാര്യത്തിൽ പറഞ്ഞത് 70 വയസ്സുള്ള അമ്മയെ നോക്കണം, മാത്രവുമല്ല പോലീസിനെ ഭയന്ന് സഹോദരനും സഹോദരിയും അമ്മയെ സഹായിക്കില്ല, താൻ എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ടായിരുന്നുവെന്നും ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ രാജേന്ദ്രൻ കോടതിയോട് പറഞ്ഞു. മാത്രവുമല്ല പശ്ചാത്താപമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രതി രാജേന്ദ്രന്റെ മറുപടി, ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് പശ്ചാത്താപമില്ല, ഇവിടെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിയമ പരിരക്ഷ തേടും, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കണമെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാമെന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയോട് പറഞ്ഞു. അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ ശക്തമായ ചില വാദങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ ഈ വിഷയത്തിലെ വാദം, ഈ പ്രതി കൊടും കുറ്റവാളിയാണ്, മാത്രമല്ല നിരപരാധികളെ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏക മാർഗം വധശിക്ഷയാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ കോടതിയെ അറിയിച്ചു. ഒരു സീരിയൽ കൊലയാളി എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. കവർച്ചയ്ക്കായി തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിൽ 3 പേരെ കൊലപ്പെടുത്തി. പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3 പേരും സ്ത്രീകളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പ്രതിയുടെ പ്രവൃത്തി അതിക്രൂരവും പൈശാചികവും സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് ഹാജരാക്കാൻ പറഞ്ഞ 7 റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കുകയാണ് കോടതി. അതിനുശേഷം മാത്രമായിരിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. റിജിത്ത്. ഷഫീദ്, ഇത് ദൃക്സാക്ഷികളൊന്നുമില്ലാത്തൊരു കേസാണ്. പിന്നീട് അതിൻ്റെ അന്വേഷണം, അതിൽ തന്നെ ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഇതൊക്കെയാണല്ലോ പ്രതിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ വിചാരണ കാലവും അന്വേഷണ കാലവും ഒരിക്കൽ കൂടി ഷഫീദ്. നമുക്കറിയാം, ഈ കൊലപാതകം, ഈ ക്രൈം നടന്ന വർഷം സമയമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്തായിരുന്നു ഈ കുറ്റകൃത്യം നടന്നത്. പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കിയതും അക്കാരണങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതിയിലേക്ക് എത്താനുള്ള ആദ്യ സൂചനകൾ പോലീസിന് ഉണ്ടായിരുന്നില്ല. 2022 ഫെബ്രുവരി 6 പട്ടാപ്പകലായിരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഈ കൊലപാതകം അരങ്ങേറിയത്. അതിനുശേഷം പോലീസ് ഇതിൻ്റെ മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല അത് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്നുള്ള രീതിയിൽ പോലീസ് എത്തിച്ചേർന്നു. സമാന രീതിയിൽ രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ മുൻപും നടത്തിയ 3 കൊലപാതകങ്ങളുടെ തുമ്പ് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജേന്ദ്രൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പിച്ചത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ സഞ്ചാരപാതയിലെ CCTV ദൃശ്യങ്ങൾ, അത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഉയർത്തിയത്. പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങളിൽ ഇയാൾ പോകുന്നതും ഈ കൊലപാതകത്തിന് തൊട്ട് മുൻപും ശേഷവുമുള്ള CCTV ദൃശ്യമടക്കം ലഭിച്ചിരുന്നു. അങ്ങനെ ഏതാണ്ട് 118 സാക്ഷികളിൽ 96 പേരെ വിസ്തരിച്ചു. 12 പെൻഡ്രൈവുകളും 7 DVD-കളും കോടതിയിൽ ഹാജരാക്കിയാണ് ഇതിന്റെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വിചാരണഘട്ടം നേരിട്ടത്. ഏതായാലും സാഹചര്യ തെളിവുകളും അതേപോലെ തന്നെ CCTV ദൃശ്യമടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ സഹായകരമായി. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.